രാവിലെ മഴയാ. കോഴി അടച്ചില്ലെന്ന് തോന്നുന്നു. ചെറിയ കോഴി ഇതിൽ കൂടെ നടപ്പുണ്ട്. മറന്നു പോയി കാണും ചേട്ടാ. ലൈറ്റ് ഓൺ. വെള്ളമൊക്കെ ഞാൻ നിറച്ചോളാം. കുപ്പി അവിടെ വെച്ചേക്ക് മോനെ. അത് കഴുകണം മോനെ. അവിടെ വെക്ക് കുഞ്ഞെ. നീ പോയി കുളിക്കാൻ നോക്ക്. ശാംഭവി പോയി കുളിച്ചേ. ശാംഭവിയേ പറയുന്ന കേക്ക്. പോയി കുളിച്ചേ. അങ്ങനല്ല അത് കഴുകുന്നേ. അത് മൊത്തത്തിൽ കഴുകണം അത് മോനെ. അങ്ങനല്ലടാ. തുറന്നു തരണം മോനെ. ചെന്നേ ചെല്ലേ. പൊക്കെ പൊക്കെ. ഇവിടെ വാ. ഇത് വെക്കിവിടെ. അവിടെ നല്ല വെള്ളം പിടിക്കുന്നേ. രാവിലെ പണിയായുധമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സമയം 6:54. നാരായണി ഇതുവരെ ഒരുങ്ങിയില്ലേ? അമ്മ എടുത്തരും. ആ ഷൂ അത് കാലിൽ നിറയെ ചെളിയായിരുന്നേ. അതോടെ ഷൂ അങ്ങ് എടുത്തിട്ട് ഇവിടെ തല മുടങ്ങാൻ പറ്റത്തില്ല. മറിക്ക്. സൗരില്ല കാറിൽ ഞാൻ എപ്പോഴും ഞാൻ പറയും. അവക്കില്ല. ഒരു രുചിയില്ലെന്നേ. വന്നേ. വേണ്ടേ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. ബാഗും കൂടെ അത് ബാഗ് നിർത്തി വെച്ചടി കൂടെ. പിന്നില്ലേ നീ തിരിഞ്ഞ എനിക്ക് പോണ്ട. ഓ മതിയേ. കേറി ഇറങ്ങിയാണല്ലോ വെച്ച് കൊടുക്കുന്നേ. ആ പൊക്കോ പൊക്കോ പൊക്കോ. അപ്പാ പോയി ചെല്ല്. അപ്പ ഇപ്പൊ പോവും. ആ കേറി ഇറങ്ങി ബാഗ് കിടക്കുന്ന ശംഭു. എന്നത് മൂക്ക്. അയ്യോ കേട്ടല്ലോ. ആ എടി അറ്റാവൂല എന്നെ നിർത്തടി. ആ എന്തുവാ ഉണ്ടാക്കിയെന്ന് ആരോട് ചോദിക്കരുത് കേട്ടോ. ഒന്നും ചോദിക്കണ്ട. ആ എന്നാ ആ പന്ന പിള്ളേരാ. ആ താഴെ വരം. ഒന്ന് പോവാവോ? പോ മതി. എന്തി അവളെന്തേ പിന്നെ അവനെ എടുത്തോണ്ട് പോയോ ഓടിക്കാൻ. നാരായണിക്ക് ചെരുപ്പ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ നാരായണി. വേറെ ആ ഒരു പൂവല്ലേ പോയുള്ളൂ. സാരമില്ല. അവരോട് എന്ത് ചെയ്യും? അവരവിടെ എത്തി. ഐ ഡി കാർഡ് എടുത്തല്ലോ.
കുടയുണ്ടോ അതിനകത്ത്? ഇല്ലല്ലോ. ഇല്ല. ആ എന്തായാലും ചെയ്തു പോട്ടെ. അങ്ങ് അത്ര ഞാൻ എത്ര നേരമായിട്ട് ചോദിക്കുക കുടയുണ്ടോ, കുട എടുത്തോന്ന്. ഇല്ല, എൻ്റെ ബാഗിനകത്തിരിപ്പുണ്ടത്. എൻ്റെ ബാഗിനകത്ത് ടേബിളിലെ കൊണ്ട ഇരിപ്പുണ്ട്. ഇത് അമ്മ എടുത്തോണ്ട് വരുന്നുണ്ട്. പറയില്ലേ? മതിയോ? മതിയോ? ചേട്ടനുണ്ടോ? ചേട്ടനുണ്ടോ? ഞാന്ന് നീയല്ലേ ബാഗിനകത്ത് സാധനങ്ങളെടുത്ത് മാറ്റിയത്? ഞാനാണോ? ഇതെൻ്റെ കുടയല്ലേ? ഇത് അമ്മയുടെ കുട, സരസ്വതി അമ്മയുടെ കുടയാണേ. അതും കൊണ്ട് ചെന്നുവേ. കുടയായിട്ട് ഇവൾക്കാൻ കൊണ്ട് പോക്ക് നടക്കുകയായിരുന്നു ശ്യാമെന്നൊക്കെ എന്നിട്ടും പറയുകയാണ് കുട എടുത്തുകൊണ്ട് പോകാൻ. ഞാൻ എന്നൊക്കെ പിടിക്കും. ഇവളുടെ കൈ പിടിക്കണം, ഒന്ന് ക്യാമറ പിടിക്കണം, പിന്നെ കുടയും പിടിക്കണം. അത് തന്നെയല്ല, കുട പിടിച്ചാൽ തന്നെ ഇവള് കുടയ്ക്കകത്ത് കയറത്തില്ല. ഇവള് കോട്ടാണെങ്കിൽ കുഴപ്പമില്ല, കുടയ്ക്കകത്തൊന്നും ഇവള് കയറത്തില്ല. ആ സമയമായില്ല, നമ്മൾ നേരത്തെ ഒന്ന് ആരോടും ഒന്നും ചോദിക്കാഞ്ഞോണ്ട് പെട്ടെന്ന് എത്തി. വരും ചോദിക്കോ? എൻ്റെ പൊന്നെ, ഇതെന്തു ഇത്? യുദ്ധക്കളമോ? ആനാമേ അതാരാ ആ കുപ്പി എടുത്ത് അവിടെ കൊണ്ട് വലിച്ചെറിഞ്ഞേ? വരുന്നുണ്ടല്ലോ, കാണത്തില്ല എന്നിട്ട്. മഞ്ഞുണ്ടോ? കണ്ടോ മഞ്ഞ് പയ്യെ അത് പൊക്കോളാന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ഇറക്കമാണ്. നിരപ്പാണെങ്കിൽ കുഴപ്പമില്ല, ഇറക്കത്ത് പോയാൽ നല്ല രസമാണ്. ചേച്ചി ഉണ്ടോ? ചേച്ചി ഇല്ലല്ലോ. പോരും താമസിച്ച നിന്റെ ബസ്സോ? അതല്ല, ആന്റി എവിടെ? ആന്റിയൊക്കെ വരും. ചേച്ചി എവിടെ? വരും. ഈ ചേച്ചി അല്ല, ബിബി അമ്മ. സ്കൂളിൽ ചോറുണ്ടോ? ഇല്ല, അതിനൊന്ന് ചോദിച്ചാൽ ഇല്ല, അത്രയാണ്. ചേച്ചി ക്ലാസ്സിൽ ആക്കിയുണ്ടോ? ചേച്ചി ക്ലാസ്സിൽ ആക്കിയുണ്ടോ? ഞാൻ പറയട്ടെ, ഗൗരി, അഞ്ചു, പിന്നെ അസ്ലിക എല്ലാവരും ഉണ്ട്. മതിയോ?
മാളു ഈ മാളു ചേച്ചിയുടെ കൂട്ടാക്കില്ല മാളു ചേച്ചി എവിടെ സ്കൂളിൽ പോയടി. വേണ്ടേ എന്നാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചോ? എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ പറഞ്ഞില്ലേ? ചോദിച്ചില്ലേ? ആ വിശേഷം ചോദിക്കുമ്പോൾ പറഞ്ഞാനല്ലോ. ക്ലാസ് ഏതാ ചേച്ചി? ചേച്ചിയുടെ ബസ്സിൽ ആർക്കുണ്ട്? ചേച്ചി ബസ്സിൽ അങ്കിളുണ്ടോ? വേണ അങ്കിളെ വേണ അറിയത്തില്ല. ബസ് അങ്കിൾ ചേച്ചിയുടെ ബസ് ഓടിക്കുന്ന പുള്ളിയുടെ പേര് നിനക്ക് അറിയത്തില്ലേ? ചേച്ചി പറ. അവക്കും അറിയത്തില്ല. ചേച്ചി പറ. അപ്പൊന്ന് പറ. അറിയത്തില്ല. ബസ് വെക്കുന്ന അങ്കിള് വേണ അറിയത്തില്ല. ചാമ്പൂടെ വണ്ടിയാണ്. ആരാണ്ട് വണ്ടി വന്നില്ല, ചാമ്പൂടെ വണ്ടി വരുന്നുണ്ട്. പാലത്തെ കൂടെ പോയി കണ്ടില്ലേ? നമുക്കറിയത്തില്ല. അവളുടെ ആദ്യം വന്ന് അയ്യോ അവളുടെ വണ്ടി അതിലേ അല്ലല്ലോ, നേരെ വരും. അതുകൊണ്ട് അപ്പം നമ്മുടെ വരും. ഇപ്പം ഇത് പുറകെ വരും. നിന്റെ ഇത് പുറകെ വരൂടി. വാ ഇറങ്ങിയോ? നിന്റെ ബസ് വരും ഇപ്പം. വരും ഇപ്പം വരും. എന്നാ പിടിക്കണ്ടേ? ഇതിലേ വരുന്നത് ഇതുണ്ടോ? ഇങ്ങോട്ട് നോക്കാത്ത ബസ് നോക്കടി, അങ്ങോട്ട് നോക്കടി, അങ്ങോട്ട് നോക്കിയിരുന്നു. ഡേ എന്നാണ്ട് വിശേഷമൊക്കെ? ഇതൊരു കാക്ക വരുന്നുണ്ടോ? നിന്നെ നോക്കി. ഇത് നിന്നെ അന്വേഷിച്ച് കാക്ക വന്നു. നീ കൊത്തുവോ? നീ കൊത്തല്ലേ കാക്കക്കിട്ട്? പാവം കാക്ക. ആ പിന്നെ ഇത് അടുത്ത കാക്ക വന്നു. നീ കൊത്തുവോ? പിന്നെ കാക്ക പോയി. ക്യാമറ അതെ അതെ. ഇന്ന് എൻ്റെ ഉരുളക്കിഴങ്ങോ മെഴുക്കുവരട്ടി അത്ര ഒത്തിട്ടില്ല. പക്ഷെ വെന്തും പോയി. അത് തന്നെയല്ല, എന്തോ ഒരു ഭയങ്കര മധുരം. പിള്ളേർ കൂട്ടുന്നതുകൊണ്ട് ഞാൻ ഒരു മുളക് ഇട്ടുള്ളൂ. പിന്നെ കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടേ, മീറ്റ് മസാല. ഇത് കോഴി ഇന്നലെ അടച്ചില്ലായിരുന്നോ? രാവിലെ കണ്ട്. അതാ ഇപ്പോൾ കുറച്ച് നേരം പോയി കിടക്കട്ടെ, വയ്യ മടുത്തു. ഭയങ്കര മഴയൊക്കെയാണെന്ന് പറയുന്നത്. പക്ഷെ സാധാരണ രീതിയിലുള്ള വെള്ളമൊക്കെ തന്നെ ഉള്ളൂ. നാരായണി പെയിൻറ് ചെയ്ത ശിവൻ, മഹാദേവൻ.
ആക്കൽക്കടയിലാണ് എന്തോ ചെയ്തത് ഞാൻ ആലോചിക്കുക. ഇങ്ങനെ കിടന്ന് കൊള്ളാം കേട്ടോ. രാത്രിയൊക്കെ ഇത് ഉണക്കി വെച്ചേക്കാണ്. ഇന്ന് കൊള്ളു മഴയാണ്. ഇതിനൊരിടത്തും പോകാനില്ല. വന്നിട്ടുണ്ട് സാറ്. ഇന്നലെ അങ്ങോട്ട് പോയത് മഴയും പിടിച്ചോണ്ട് ഞാൻ ഇനിയിപ്പം അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും മഴ ചെറിയ ചെറിയ ചെന്നം പെന്നം മഴ. കോഴിയുണ്ടല്ലോ, എത്ര ഓടിച്ചു വിട്ടെന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് അവർക്ക് മാത്രം ഇവരഴിച്ചുവിടാൻ പോയതാണ്. എവിടെയെങ്കിലൊക്കെ പോയേക്കാന്ന് വെച്ചു. ഇന്നും പോവാണോ? ആ, ഇവിടെ ഇരിക്കുന്നതിനും നല്ലത് എവിടെയെങ്കിലൊക്കെ ഇറങ്ങി പോകുന്നതല്ലേ. കോഴിക്കൂടിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കാണിക്കാം. ശ്യാമമ്മ ഇറങ്ങുവാണ്. രാവിലെ ജയച്ചാച്ചൻ്റെ അടുത്ത് പോകാൻ വേണ്ടി പോയി. കണ്ണാടി എന്തി? ഒന്നും ഒരു കുഴപ്പമില്ല, നല്ല എപ്പോഴും ഉള്ളത് വീഴ്ച മറവെങ്കിൽ എന്നെ തുറന്നിട്ടില്ലേ സമാധാനം കിട്ടിയില്ല. നമുക്ക് കാറ്റ് കയറണ്ടേ? കാറ്റ് കയറാതെ എങ്ങനെയാ? ശ്വാസം മുട്ടില്ല അന്നേരം എനിക്ക്. ഈ ജനലും കഥമൊക്കെ തുറന്നിട്ടില്ലല്ലോ ഒരു. പിന്നെ ഇത് പിന്നെ വല്ലാതെ അങ്ങ് തുറന്നിടുന്നില്ല. എന്നാൽ ജനല് തുറക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട് എപ്പോഴും.
അവളോട്ട് കൊണ്ടുപോകും. എന്നാലല്ലേ മരുന്ന് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ മുഴുവനും ഉണ്ടല്ലോ. മറ്റേ ചെരുപ്പിനകത്തി ഒരു ഭാഗം കൂടെ ഉണ്ടാവും. ഞാൻ ചെരുപ്പൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ആ സത്യം പറ ഈ സാരി ഇട്ടിട്ടിട്ടിട്ട് ഇത് കളഞ്ഞ അഴുക്കായി. ആ സാരില്ല, ഒതുങ്ങി കിടക്കും. ഒതുങ്ങി കിടക്കുന്നില്ല, എനിക്ക് ഇഷ്ടമായത്. പൈസ ഒക്കെ എടുത്തല്ലോ. ഈ ഒക്കെ ആരാ? നമ്മളല്ലേ ഉള്ളൂ. ഞാൻ പോയിക്കോളാം, രക്ഷപ്പെട്ട് പോവാടാ, രക്ഷപ്പെട്ട്. മോനെ ആദ്യം ചെന്നേക്കാവടാ. കേബിള് വേടാം. കേബിൾ ഇല്ലേ ചേട്ടാടേല്? അവൻ്റെ ഉണ്ടെന്നേ ഇല്ലെന്ന് അമ്മയുടെ ഞാൻ കണ്ടതല്ലേ അമ്മയുടെ ബാഗിനകത്തോട്ട് ചേട്ടൻ എടുത്ത് വെച്ചത്. കിട്ടിയിട്ടുണ്ട്. കൊച്ചിന്റെ ഇതിന്റെ വണ്ടിയുടെ പതിയെ പതിയെ. ആ അമ്മ ഏതോ ബാഗിന് എന്തോ എടുത്തപ്പോ സാധനം ഉണ്ട്. എൻ്റെ ഉണ്ട്. എത്ര രൂപ തരുവാണെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞു. എപ്പം? എന്നാ നമ്മളിവിടെ അതേപ്പറ്റി സംസാരിച്ചപ്പോ ചുമ്മാതാ അമ്മ എടുത്തിടുന്ന ഞാൻ ആ പനിച്ച് കിടക്കുമ്പോഴാണ്. അല്ല അപ്പഴല്ല, എടുത്തിട്ടപ്പോ അവിടെ നിന്നൊക്കെ പിന്നെയും ബാഗിനകത്ത് പൊക്കിയപ്പോഴത്തെ അങ്ങോട്ട് അത് താഴെ പോയത് എവിടെ? അത് കഷ്ടമുണ്ടോ മോനെ? സൂക്ഷിച്ചില്ല അമ്മ. സത്യമായിട്ട് അമ്മ സൂക്ഷിക്കാഞ്ഞിട്ടല്ലേ. കാടാ ഉണ്ടല്ലോ. ഇവന്റെ വേറെ ഉണ്ടോ? അവിടെ ഉണ്ടെന്നേ. ഉണ്ടെന്ന് ഇതൊക്കെ ഇന്നലെ എല്ലാം പറഞ്ഞു. എൻ്റെ ഉണ്ട്. പക്ഷെ ഞാനത് ഉണ്ടെങ്കിൽ താന്നേ അതിന്റെ ഉള്ളതെല്ലാം കൂടെ കൊടുത്തു വിട്ടാ കൊണ്ട് കളഞ്ഞില്ലേ? എന്റെ കുഞ്ഞ അത് അവന്റെ അല്ലേ. നീ വേറെ ഉണ്ടെങ്കിൽ താ. അവന്റെ അല്ലേ? അതതിന് എപ്പോഴും അങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന കൂട്ട് കണക്ടറൊന്നുമല്ല. അത് വേറെ വണ്ടിയുടെ അല്ലേ. നമുക്ക് എവിടെയാ അതിന് വണ്ടിയുടെ കണക്ട്? നാരായണയുടെ വണ്ടിയുടെ ഉണ്ട്. അതൊക്കെ ഒന്ന് കൊടുത്തു വിട്ടാ. നാരായണയുടെ അവന് കൊടുത്തായിരുന്നു ഒന്ന് കൊച്ചിന്. അത് കഴിഞ്ഞിട്ട് അവൻ ഇത് മേടിച്ചെന്ന് തോന്നുന്നു. ഇത് തന്നെ നാരായണിക്ക് ഉണ്ടായിരുന്നു. ഇത് ടപ്പ് വേറെ ഇച്ചിട്ട് അത്രയും കൂടിയതല്ലെന്ന് തോന്നുന്നു. സത്യമാണല്ലോ. ഇല്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. ആര് അമ്മയോട് ഇല്ലെന്നാ ഉണ്ടെന്ന് പറഞ്ഞത് എടുത്തു തരുന്ന ഞാൻ കണ്ടോണ്ടിരിക്കുക. അമ്മ ബാഗിനകത്ത് പണ്ടും അതെ ഒരു സാധനം കൊണ്ടുവച്ചിട്ട് ഫോൺ എങ്ങാനും എടുക്കുമ്പോൾ പൈസയും അതെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെളിയിൽ പോവും. പിന്നെ മോശമല്ലേ? ഒന്നുമില്ല, അവനറിയാം. അവൻ്റെ വല്യമ്മ നന്നായിട്ട് അറിയാം. ബസ് വണ്ടിക്ക് പോകുന്നെങ്കിലോ കൂടെ പോകണം, നടന്നു പോകുന്നെങ്കിലോ കൂടെ പോകും. എനിക്ക് ഞാൻ ചില്ലറ അവിടെ നിൽക്കേ. ഞാൻ ചില്ലറ നോക്കട്ടെ. അവിടെ ചെന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെയും പോകാതെ അമ്മയുടെ ഫോണോ ഇതിനകത്തോട്ട് മെലഡി ചോക്ലേറ്റ് ഓക്കെ കേക്ക്. ആ പിന്നെ പിള്ളേർക്കുള്ള കൊടുക്കാതിരിക്കുമോ? അതല്ല നീ 3 4 ഉണ്ടോ? ഇപ്പം ചേട്ടാക്കില്ല. ഇത് ഇങ്ങോട്ട് കേക്ക്. എന്തോ ഞാൻ പറയാൻ പോണേ? ഇപ്പം ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നേ? ആ ഗൂഗിൾ പേ ചെയ്യാൻ പറ. ഗൂഗിൾ പേ ചെയ്യാൻ പറ. അമ്മ അല്ല അവിടെ ചെന്നിട്ട് പിന്നെ ഇറങ്ങണ്ടേ? ഒന്നുമല്ല, ഇന്ന് ഞാൻ ജയിച്ചല്ലോ. 1 രൂപ ഇട്ട് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. അല്ല ഒരു കാര്യം ചെയ്യുക, ഒരു കാര്യം ചെയ്യാം ചേച്ചനോട്. അല്ല അമ്മ അവിടെ ചെന്നിട്ട് പിന്നെ ഇറങ്ങി വരണ്ടേ നീ മഴയായിട്ട് വൈകയിലോട്ട്? 10 രൂപ ഉള്ളമ്മ. ചില്ലറയില്ല. നോട്ടുണ്ടോ മേഡല്? മതിയടി. എന്നതിനാ ഇവിടുത്തെ അങ്ങ് പോയേക്കാം. എന്നതാ ചില്ലറ വേണം? അടുത്തോണ്ട് വരണോ ഇനി? ചേട്ടാടെ തപ്പണോ ഇനി? ചില്ലറ മാത്രം തീർന്നു. എൻ്റെ അറിവൊക്കെ ഒന്നും ഉള്ളത് കൊണ്ടേ കയ്യിൽ പൊട്ടിച്ചു നിൽക്ക സെക്കൻഡേ. അല്ല അതും പൊട്ടിച്ചോ? അതിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പം എന്നാ കാണിക്കാൻ പോയതാ? എൻ്റെ ദൈവമേ. ആ ചില്ലും പൊട്ടിച്ചു. ഉള്ള ചില്ലെല്ലാം കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിയില്ല പരിപാടി. ആ ഇനി ഇവിടെ ചില്ലും മേടിച്ചിട്ട് വരുന്നൊന്ന് കാണട്ടെ. പറഞ്ഞാ കേക്കണ്ടേ? കൊടയുണ്ടോ കയ്യില്? പോയി വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഒരു വിഷമമാണ് കാര്യം.
വരും എങ്കിലും അല്ലേ അടുത്ത പരിപാടി അതെടുത്ത് കളഞ്ഞപ്പം സമാധാനമായി. എന്നാ താഴെ പോയത് വേറെയോ? അപ്പോൾ മഴ എന്നാ പനി കഴിഞ്ഞതുള്ളൂ. അതിൻ്റെ കൂടെ ഇനി ചാറ്റൽ മഴയും കൂടെ കൊണ്ടിട്ട് വേണം മടകടപ്പ് കിടക്കാൻ. നല്ല മഴയാണെങ്കിലും കൊണ്ടിപ്പില്ല. ഇന്നലെ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, പിള്ളേരും ശ്യാമളമ്മയും എല്ലാവരും. ഇന്നിപ്പം പിള്ളേർ സ്കൂളിലും പോയി, ശ്യാമളമ്മ ജയച്ചാച്ചിയുടെ അടുത്തും പോയി, ചേട്ടാ ഉണ്ടക്കയും പോയി, ഞാൻ മാത്രം. ആഹാ ഇന്നലെ ആയിരുന്നു പിന്നെ ഇച്ചിരി ക്ഷീണമൊക്കെ കൊണ്ട് കിടക്കാൻ ഷാമ്പു സമ്മതിക്കില്ല. ഉറങ്ങി വരുമ്പോഴേക്കും ഒട്ടനെ ഒന്നി വിളിക്കും, അല്ലെങ്കിൽ ദേഹത്തൂടെ കയറി മാറിയും. ഇപ്പോൾ ദേ അപ്പം കൊടുത്തു, ഇപ്പം ദേ തലയൊക്കെ ഒന്ന് പൊങ്ങിയപ്പോൾ കൊച്ചു പോയി. വീട്ടിൽ അനക്കമില്ല കേട്ടോ. പിന്നെ ഈ ടി വി ഇങ്ങനെ കണ്ട് ഫോണും കണ്ട് ഇരിക്കുന്നു. ഇതെല്ലാം ഒന്ന് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷീണം അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. 1-2 ദിവസം കൂടെ കഴിയുമ്പോഴേ ഒന്ന് ഓക്കെ ആയി വരത്തുള്ളൂ. ശാമ്പവി ഇല്ലെങ്കിൽ അളിയൻസ് കാണാനായിട്ട് മറക്കില്ല കേട്ടോ. എന്നാന്നറിയത്തെ അളിയൻസിന് അഡിക്റ്റഡ് ഞാൻ. ചെറിയ ചാറ്റമഴ ഉണ്ടാവും, ഇപ്പം ഇച്ചിരി തോറുന്നു. എന്നും ഷൂട്ടിംഗ് ആണോ? കഴിഞ്ഞില്ലേ? കേരള സ്റ്റേറ്റ് 190. പിന്നെ ഞാനിവിടെ നിൽപ്പുണ്ടായിരുന്നു, എടുത്ത് എനിക്ക് വരണ്ടേ അങ്ങോട്ടോ. ചുമ്മാ അവിടെ ഇരിക്കുമല്ലോ, ഞാൻ ടി വി കാണുമല്ലേ. മീനോ? ഒന്നില്ല, മീനോന്ന് ചോദിച്ചതാ. മീനോ? എന്നാ ഞാൻ തിന്നുന്നില്ല. എന്നാ ചേട്ടാ ഒന്ന് വെട്ടിക്കണ്ടിച്ചൊന്നുണ്ടാക്കിക്കോ. ഞാൻ എന്തായാലും കഫമൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ മീനേ ഞാൻ തൊട്ടാ എന്നായിരിക്കും. റവ മൈദാ അതെന്നാ കടലയോ? ആ കളറിൽ ഗ്രീൻ പീസോ? എന്തുവാ? ഓ ഓ മുളക് പൊടി തീർന്നു പോയി, അതുകൊണ്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ. ശാംഭവിയെ വിളിക്കാൻ പോകാൻ സമയമായി. ആ ഓ അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല, എപ്പോഴും ഉണ്ട് ഇവിടെ. ഞാൻ കൊച്ചിനെ വിളിക്കാൻ പോകും സ്കൂളിൽ. പോയില്ല. ആ ആ ആ ആ ചേട്ടൻ മേളിൽ ഒരു പഴയ വീട് കിടപ്പില്ലേ, ആ വീട്ടിൽ താമസിക്കാൻ വന്ന പുള്ളി ഇവിടെ കണ്ട് വെട്ടം കണ്ട. അപ്പം നല്ല സ്ഥലം വേറെ എവിടെയോ ഇഞ്ചിയാനിയോ
അവിടെ കണ്ട. അപ്പം അവിടെ നിന്ന് വരാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയാണ് എത്ര ദിവസം. ആള് പോയില്ലേ? പോയി നേരത്തെ ഇല്ല. ഓട്ടോ? ആരോട്ടം? ഓട്ടോ ഓട്ടോ ഓട്ടോയ്ക്ക് പോകണം. ഓട്ടോയ്ക്കോ? നീ എന്നാ ഓട്ടോ വിളി. ഓട്ടോ ഇല്ലേ? ആ ഇല്ല, ഓട്ടോ ഇല്ലേ? പോയി കയറിപ്പോയി. അതെ. എന്നാ ഞാൻ കയറിപ്പോയി. വാ. ആരോടും ചോദിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ജയ പറഞ്ഞോ? എന്നാ ഉണ്ടാക്കിയെന്ന് ചോദിക്കല്ലെന്ന് പറഞ്ഞോ ജയ? ആ എന്നാ ചോദിക്കാൻ പൊക്കോ. പൊക്കോ. ഓ ഓ ഓ ഓ ഓ. ഒന്നുമില്ല, ഫോൺ ചെയ്ത ചേട്ടാ. വെള്ളോ? വണ്ടിയൊന്നുമല്ല, അത് ആ റോഡിൽ കൂടെ പോകുന്ന. ലൈറ്റ് ചോദിക്കല്ലേ, ചോദിക്കരുത്, ചോദിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ജയ. പോവാം. വഴക്കൂടെ ജയ, വഴക്കൂടെ. ആ ഉണ്ട്, നാളെ ഉണ്ട്. തെറാപ്പി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇന്നുണ്ടായിരുന്നോ? അങ്ങനെയുണ്ട്. സൂപ്പറാണോ? എന്തിന്? ആ നടന്നോ? ആ എടുത്ത്. നീ എടുത്തോ? ഞാനും എടുത്ത്.
അടുത്തിട്ട് എത്ര പ്രാവശ്യമായെന്ന് അറിയാമോ? വെള്ളത്തിൽ ചവിട്ടല്ലേ? മാത്യു ഡോക്ടറെ വീട്. മാത്യു ഡോക്ടറുടെ വീടാ. അമ്പലം അവിടെ നിന്നല്ല, ദൂരെയാ. കാണത്തില്ല. ആ അത് ഡോക്ടറുടെ വീട്. അമ്പലമല്ല അത്, അത് മാത്യു ഡോക്ടറുടെ വീട്. വീട്ടിൽ ചെന്നിട്ട് വരാം. എന്നാ 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 വിളക്കത്തിക്കാണെന്ന് ചോദിച്ചേ. ഇവിടെ ഒരു പോസ്റ്റും കൂടെ വരിക, ഇലക്ട്രിക് പോസ്റ്റ്. വേണ്ട വേണ്ട, വിട്ടു നോക്കൂ, ജീവനൊക്കെ കുറയും. ചോദിക്കാതെ ആരോടും ചോദിച്ചാക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് മിണ്ടാതെ പോകുന്നത്. കൊച്ചിന്ന് ആരോടും മിണ്ടുന്നില്ല. അതുകൊണ്ട് അവൾ മിണ്ടുവാണെങ്കിൽ അവൾക്ക് അതൊക്കെയാണ് ചോദിക്കാം. അപ്പോൾ അവൾ ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ ചോദിക്കത്തില്ല, പക്ഷെ മിണ്ടത്തുമില്ല. ആ പയ്യെ പോയാൽ മതി, മടുത്തെങ്കിൽ. മണ്ണെണ്ണയുടെ മണം, ഡീസലിന്റെ മണ്ണെണ്ണയൊക്കെ മണം. അമ്മ പോയി, ചാച്ചാച്ചി എടുത്ത് പോയി. ചാച്ചാച്ചി എടുത്ത് പോയി. ആരോടെങ്കിലും ചോദിച്ചോന്ന് ചോദിച്ചേ. ചോദിച്ചോ? ഇല്ലല്ലോ. അയ്യോ ഗുഡ് ഗേൾ, കൈ തന്നെ മെടുക്കി. ആരോടെ ചോദിച്ചില്ലല്ലോ. അയ്യോ ദേടി ഇവിടെ ഭയങ്കര വലിയ ഗുഡ് ഗേളായി. എല്ലാവരും ആരോടും മിണ്ടുന്നില്ല. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തോടെ അങ്ങ് മിണ്ടാതെ പോവാ. പറഞ്ഞില്ല, എന്നാലും എന്താ കഴിച്ചത്, എന്താ ഉണ്ടാക്കിയെന്ന് ചോദിക്കത്തില്ലോ. എടി നാരായണി ബേക്കറി അവിടെ മെടുക്കിയായി. ഇനി അറിഞ്ഞോ അവള് മോൾ ആരോടും ചോദിച്ചില്ല. എന്നാ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തേ. മെടുക്കി കുട്ടികൾ പറ. മേളിൽ ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ച് കൊടുത്ത് പറയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെയാണ് ഞാൻ പറഞ്ഞ ഇവിടെ ക്ലാസ് എടുത്ത് കൊടുത്തു. ഇന്ന് രാവിലെ എപ്പം ഇറങ്ങാതെ തടസ്സം പറഞ്ഞു കേട്ടോ. ചോദിക്കരുതല്ലേ, തന്നെ ചീത്തയാണല്ലേ എന്നിങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ മറന്നുപോയി. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ പഠിച്ചില്ല. അവളുടെ ഒരു സന്തോഷം അതൊക്കെ ചോദിക്കുന്നത്. പക്ഷെ എപ്പോഴും ചോദിക്കും മറ്റുള്ളവർക്ക് നമ്മുടെ സന്തോഷം. അവളെല്ലാം മിണ്ടത്തില്ല, അവളിങ്ങി പോരും, ആരോടും മിണ്ടത്തില്ല.